വിശദാംശങ്ങളിലേക്ക്. പൗരത്വ നിയമ ഭേദഗതി വിജ്ഞാപനത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് മുസ്ലിം ലീഗും ഡിവൈഎഫ്ഐയും. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നിയമോപദേശം തേടി. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന വേളയിൽ ധൃതി പിടിച്ച് പൗരത്വ നിയമ ഭേദഗതി ബില്ല് വിജ്ഞാപനമിറക്കിയതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെയും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും തീരുമാനം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ആദ്യം സുപ്രീം കോടതിയെ സമീപിച്ചത് കേരള സർക്കാരാണ്. കേരള നിയമസഭ സംയുക്തമായി നിയമ ഭേദഗതിക്കെതിരെ പ്രമേയവും പാസാക്കിയിരുന്നു. പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തുവന്നതോടെ നിയമ നടപടികൾ കടുപ്പിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ഇതിനായി ദില്ലിയിലുള്ള നിയമവിദഗ്ധരുമായി ചർച്ച തുടങ്ങിയിട്ടുണ്ട്. പഴയ ഹർജി തുടരണമോ അതോ പുതിയ ഹർജി നൽകണമോ എന്നുള്ള കാര്യത്തിലാണ് നിയമവിദഗ്ധരുടെ ഉപദേശം തേടിയിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെ ഉപദേശം കിട്ടിയാൽ കോടതിയെ സമീപിക്കും. അതേസമയം പൗരത്വ നിയമ ഭേദഗതി ബില്ല് രണ്ടുതരം പൗരന്മാരെ സൃഷ്ടിക്കുമെന്നാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം. മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി എന്ന നിലയ്ക്ക് സംഘടനയ്ക്ക് വേണ്ടി കുഞ്ഞാലിക്കുട്ടിയാണ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. ഹർജി തീർപ്പാക്കുന്നതുവരെ വിജ്ഞാപനം റദ്ദ് ചെയ്യണമെന്ന ആവശ്യം കോടതിയെ അറിയിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഒരേ സമയം സമരം ശക്തമാക്കാനാണ് ലീഗിന്റെയും തീരുമാനം. വരും ദിവസങ്ങളിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നതിന് ശേഷം അടുത്ത നടപടികളെക്കുറിച്ച് ആലോചിക്കുമെന്ന് CPM നേതൃത്വവും അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ തൊട്ടു പിന്നാലെ കോടതിയെ സമീപിക്കാൻ തന്നെയാണ് CPMന്റെയും ഇതുവരെയുള്ള തീരുമാനം. തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം വിഭാഗത്തെ കൈവിടാൻ ഇരു മുന്നണികളും തയ്യാറല്ല. പ്രതിഷേധവും നിയമ പോരാട്ടവുമായി ഏതറ്റം വരെയും മുന്നോട്ടു പോകാൻ തന്നെയാണ് CPMന്റെയും കോൺഗ്രസിന്റെയും തീരുമാനം. KPCC ഭാരവാഹികളും കോൺഗ്രസ് നേതാക്കളും നാളെ രാജ്ഭവന് മുന്നിൽ പ്രതിഷേധിക്കും. അതിനുശേഷമായിരിക്കും നിയമ നടപടികളെക്കുറിച്ച് ആലോചിക്കുക. പൗരത്വ നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി നാളെ KPCCയുടെ ആഭിമുഖ്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ 12 മണി മുതൽ 2 മണി വരെ രാജ്ഭവന്റെ മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തുകയാണ്. ദേശീയ നേതൃത്വവുമായി ആലോചിച്ചായിരിക്കും അടുത്ത കോൺഗ്രസ് നീക്കം. 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ സംസ്ഥാനത്ത് ഇലക്ഷൻ പ്രചരണത്തിലാണെങ്കിലും ഈ വിഷയത്തിൽ കരുതലോടെ പ്രതികരിച്ചാൽ മതിയെന്നാണ് BJP നിലപാട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.